വാൽപ്പാറയിലെ അപകടം നടന്ന സ്ഥലത്താണ് നമ്മളുള്ളത്. ഏതാണ്ട് 800 അടിയോളം താഴ്ചയിലേക്ക് വാഹനം വന്ന് പതിച്ചത് ഈ കാണുന്ന 9ാമത്തെ വളവിലാണ്. അതിൻ്റെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ കാണാൻ സാധിക്കുകയും ചെയ്യും. ഈ കാണുന്ന മുകൾ ഭാഗത്തിലൂടെ വാഹനം തലകീഴായി മറിഞ്ഞുകൊണ്ട് ഈ കാണുന്ന മേഖലയിലേക്ക് പതിക്കുകയായിരുന്നു. വാഹനം ഇവിടെ നിന്നും തൽക്കാലം അപ്പുറത്തേക്ക് മാറ്റിയിട്ടിട്ടുണ്ട്. പക്ഷേ വാഹനങ്ങളുടെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ ഈ കാണുന്നതൊക്കെ വാഹനത്തിൻ്റെ ചിതറിപ്പോയ ഹെഡ്ലൈറ്റ് ഉൾപ്പെടെയാണ്. ഇതൊക്കെ പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി റോഡിൽ കിടക്കുന്ന കാഴ്ചയാണ് ഉള്ളത്. വാഹന നമ്പർ നമുക്ക് കാണാൻ സാധിക്കും. KL 11 AM 7288 എന്നുള്ള വാഹന നമ്പറാണ്. ഈ കാണുന്ന വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഉൾപ്പെടെ റോഡിലേക്ക് പതിച്ചു കിടക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 8 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഭക്ഷണം ഉണ്ടാക്കാൻ ഉപയോഗിച്ച പാത്രങ്ങൾ ഉൾപ്പെടെ ഇതിനകത്തുണ്ട് എന്നതാണ് അതീവ ദുഃഖകരമായ കാര്യം. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം 13ാമത്തെ വളവിലാണ് ഈ വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നത്. അത് ഇതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്താണ്. അവിടെ നിന്നും വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് വാഹനം കൊക്കയിലേക്ക് പതിക്കുന്നു. അതിനുശേഷം ഈ വനമേഖലയിലൂടെ തലകീഴായി മറിഞ്ഞുകൊണ്ട് നേരെ 12ാമത്തെയും 11ാമത്തെയും 10ാമത്തെയും വളവുകളിൽ പോകാതെ നേരെ 9ാമത്തെ വളവിലേക്ക് പതിക്കുകയായിരുന്നു. അപ്പോൾ വലിയ ആഘാതത്തോടു കൂടിയാണ്, വലിയ കൊക്കയിലേക്കാണ് പതിച്ചത്. പക്ഷേ അത് റോഡാണെങ്കിൽ കൂടി വലിയ കൊക്കയിലേക്കാണ് പതിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അപകടത്തിൻ്റെ വ്യാപ്തി വലുതാക്കുകയും ചെയ്തിരിക്കുന്നത്. വാഹനത്തിൻ്റെ ആകൃതി തന്നെ മാറിപ്പോയിരിക്കുകയാണ്. ടെമ്പോ ട്രാവലർ ആണെന്ന് നമുക്ക് പറയാൻ മാത്രമാണ് സാധിക്കുക. ആകെയുള്ളത് ഈ കാണുന്ന 4 ടയറുകൾ മാത്രമാണ് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അപകടവുമായി ബന്ധപ്പെട്ട് 2 സംശയങ്ങളാണ് പോലീസിനുള്ളത്. ഒന്ന്, വാഹനത്തിൻ്റെ എന്തെങ്കിലും കേടുപാടുകൾ, ഒന്നുകിൽ ബ്രേക്ക് പോയതാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വളവ് തിരിയുന്നതിനിടെ അല്പം വേഗത കൂടിയാൽ പോലും വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നിയന്ത്രണം നഷ്ടപ്പെട്ട് താഴേക്ക് പതിച്ചതാകാം എന്നുള്ള 2 സംശയമാണ് നിലവിൽ പോലീസിനുള്ളത്. അതേസമയം ഈ റോഡുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പരാതികൾ ഉയരുകയും ചെയ്തിട്ടുണ്ട്. റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണം, അല്ലെങ്കിൽ റോഡിൽ അപകടം പലയിടങ്ങളിലും പതിയിരിക്കുന്നുണ്ട്. ആവശ്യമായിട്ടുള്ള സംരക്ഷണ ഭിത്തി പോലും പല സ്ഥലങ്ങളിലും ഇല്ല എന്നുള്ളതാണ് ആളുകളുടെ പരാതിയായി പറയുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഒരാളുടെ മുട്ടപ്പം പോലും ഇതിന് ഉയർച്ചയില്ല. കൃത്യമായ ഒരു വാഹനം ആ മുകൾ ഭാഗത്തു നിന്നും നിയന്ത്രണം നഷ്ടപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലൂടെ മറികടന്ന് താഴേക്ക് പതിക്കാനുള്ള സാഹചര്യമുണ്ട്. ഈ ഭാഗത്ത് വെച്ചൊരു വാഹനത്തിന് അപകടത്തിൽ പെടുകയാണെങ്കിൽ നേരെ കൊക്കയിലേക്ക് പതിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതുപോലെ അപകടം പതിയിരിക്കുന്ന പല മേഖലകളും ഈ പാതയിലുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇന്നലെ വൈകിട്ട് 5 മണിയോടുകൂടി ഉണ്ടായ ദാരുണമായ അപകടത്തിലാണ് 8 പേർക്ക് തൽക്ഷണം ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം ബാക്കിയുള്ള ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഒരാൾക്ക് അവിടെ എത്തിയ ശേഷമാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ബാക്കിയുള്ള 3 പേരെ കോയമ്പത്തൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഒരു കുട്ടിയാണ് നിലവിൽ പൊള്ളാച്ചിയിലെ ആശുപത്രിയിൽ വലിയ കുഴപ്പമില്ലാതെ അപകടനില തരണം ചെയ്ത ശേഷം ചികിത്സയിൽ തുടരുകയും ചെയ്യുന്നത്. ഈ അപകടത്തിൻ്റെ ഞെട്ടലിൽ തന്നെയാണ് ഈ മേഖല ഇപ്പോഴും ഉള്ളത്. സംഭവ സ്ഥലത്തു നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ മാങ്ങാനത്തിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, ഇൻ റിപ്പോർട്ടർ.